വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റവ കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ആണ്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു സ്റ്റീൽ ബൗളിലേക്ക് ഇത് നമുക്ക് ഒഴിക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലൊഴിക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഹൈ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. അതിലേക്ക് 1/4 കപ്പ് വറുത്ത റവ ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്കാക്കി നന്നായിട്ട് റവ ഒന്ന് തിക്കാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം റവ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്റ്റർഡ് മിശ്രിതം ചേർക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ കസ്റ്റേർഡും റവയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ബൗളിലേക്ക് ഇത് ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സ്റ്റീമറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഇത് മൂടി വെച്ച് നമുക്ക് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. വളരെ സോഫ്റ്റ് ടെക്സ്ചറാണ് ഇതിൻ്റെ. കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.